പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള തിരുവചനം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുകയത്ര വേണ്ടത്. ഇവിടെയും പറയുകയാണ് വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പലപ്പോഴും നമുക്ക് വിചാരങ്ങൾ ഉണ്ടല്ലോ, ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിചാരപ്പെടാറില്ലേ? കർത്താവ് ഇവിടെ നമ്മളോട് പറയാണ്, പ്രിയമുള്ളവർ, ഒന്നിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട. നാളത്തെ കുറിച്ച് നമ്മൾ ഒന്നും വിചാരപ്പെടേണ്ട, ഇന്നത്തെ കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട. എല്ലാറ്റിനും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയാലും 1, 2 അപേക്ഷയാലും 3 നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇങ്ങനെ ചെയ്താല് നമുക്ക് കിട്ടുന്ന ആത്മീയ കൃപ എന്താണ്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മളിൽ നിറയും. പ്രിയമുള്ളവർ, വിചാരപ്പെടാതിരുന്നാൽ, നമ്മൾ വിചാരപ്പെട്ടത് കൊണ്ട് നമ്മുടെ ആയുസ്സിന്റെ ഒരു ദൈർഘ്യം കൂടുവോ കുറയോ ഒന്നും ഇല്ലെന്നേ. ഇവിടെ നമ്മെ കരുതുന്നവന്റെ സന്നിധിയിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് എന്തിനെങ്കിലും കുറവ് വരുത്താൻ നമ്മുടെ കർത്താവ് സമ്മതിക്കുമോ? നമ്മൾ മക്കളല്ലേ. നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഒന്ന് സ്തോത്രത്തോടെ പ്രാർത്ഥനയോടുകൂടി ഒന്ന് ഏൽപ്പിച്ചേ. കർത്താവ് അവിടെ മറുപടി തരും. പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിചാരപ്പെടരുത്. കിട്ടുവോ നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ അസ്വസ്ഥരാകരുത്. കർത്താവ് നമ്മോട് പറയുന്നത്, ഏത് വലിയ പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും, സാമ്പത്തിക ഭാരം കൊണ്ട് മൂടിയിരിക്കുകയാണോ? രോഗത്താൽ ചികിത്സിക്കാൻ കഴിയാതെ നിങ്ങൾ ദുഃഖിക്കുകയാണോ? നിങ്ങളുടെ കുടുംബം അസമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ? നിങ്ങളുടെ മക്കൾ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും തരുന്നില്ലേ? എന്തിനാ നിങ്ങൾ വിചാരപ്പെടുന്നത്? സ്തോത്രത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. അത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരികാനും നമ്മുടെ ഭവനത്തിൽ വലിയ സമാധാനം തരുവാനും സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം നമ്മൾ അനുഭവിക്കാൻ ദൈവം ഇടയാക്കുന്നേ. യേശു പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും. അത് ലോകം തരുന്നത് പോലെ അല്ല. പ്രിയമുള്ളവരെ, ഈ സമാധാനം നമുക്ക് ഇന്ന് വേണോ? ഈ സന്തോഷം ഇന്ന് നമുക്ക് വേണോ? നമ്മൾ വിചാരപ്പെടാതെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങാം. സ്തോത്രത്തോടെ ഒന്ന് നന്ദി പറഞ്ഞേ, ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ മനസ്സിലെ ആകുലതകളൊക്കെ ഒന്ന് വിട്ടേ, നമ്മുടെ വിഷമതകളൊക്കെ ഒന്ന് കർത്താവിനൊന്ന് കൊടുത്തേ. കർത്താവ് നമ്മെ കരുതുന്ന ദൈവമല്ലേ, നമ്മളെ കാക്കുന്ന ദൈവമല്ലേ, നമ്മുടെ ഭാരം വഹിച്ച ദൈവമല്ലേ, നമുക്ക് വേണ്ടി ക്രൂശിൽ നമ്മുടെ രോഗവും നമ്മുടെ പാപവും വഹിച്ചുകൊണ്ട് പോയവനല്ലേ നമ്മുടെ കർത്താവ്. ലോകത്തിൽ ആരും വഹിക്കാതെ നമുക്ക് വേണ്ടി ഒരേ ഒരുവൻ വഹിച്ചെങ്കിൽ അവന്റെ അടിപ്പിണരുകളാൽ നമുക്കിന്ന് കിട്ടിയ സൗഖ്യമില്ലേ? നമുക്ക് കിട്ടിയ സമാധാനമില്ലേ? നമുക്ക് കിട്ടിയ സന്തോഷമില്ലേ? നമുക്ക് കിട്ടിയ ആത്മീയ ആനന്ദം, പ്രിയമുള്ളവരെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ എപ്പോഴും സ്തോത്രത്തോടെ പ്രാർത്ഥിക്കണം. അധരബലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ നമ്മൾക്ക് ദൈവത്തിന് നന്ദി പറയാമോ? നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എല്ലാം ദൈവത്തെ ഒന്ന് നന്ദി പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും പോകാമോ? നമ്മുടെ വിചാരങ്ങള്, നമ്മുടെ ചിന്തകള്, നമ്മുടെ പ്രവൃത്തികള്, നമ്മുടെ ആലോചനകളെല്ലാം സ്വർഗീയമായി ഒന്ന് മാറ്റാൻ ഇടവന്നാൽ കർത്താവ് ഇവിടെ മഹത്വം എടുക്കും. പ്രിയമുള്ളവരെ, കർത്താവ് മഹത്വം എടുക്കേണ്ടതിനാ തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞത്. സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനത്തിൽ, അവൻ വീണാലും നിലം പരിച്ചാകുകയില്ല, യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു. ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. വിചാരപ്പെടാതിരുന്നാൽ
നമ്മളുടെ വീഴ്ചയിൽ നമ്മളെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവുണ്ടെന്നേ. കൈപിടിച്ച് അവൻ താങ്ങും, നമ്മളെ വീഴ്ത്താൻ അനുവദിക്കില്ല. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ കരം പിടിച്ച കർത്താവിനെ ഒന്ന് അവന്റെ സന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ വീഴാതിരിക്കാൻ എന്റെ കരം പിടിച്ച് എന്നെ താങ്ങി നിർത്തിയ ദൈവമേ, പലവട്ടം ഞാൻ വീഴാൻ ഇടയായെങ്കിലും എന്നെ വീഴാതെ നീ താങ്ങിയല്ലോ കർത്താവേ. നിന്റെ കരം, നിന്റെ അഭിഷേകം, നിന്റെ കൃപ എപ്പോഴും പ്രാർത്ഥിക്കാൻ, എപ്പോഴും ആരാധിക്കാൻ, നന്ദി പറയുവാൻ നീ നൽകിയ വലിയ അഭിഷേകത്തെ ഓർത്തുകൊണ്ട് കർത്താവേ, നന്ദിയോടെ ഞാൻ നിന്റെ സന്നിധിയിൽ എന്റെ പ്രാർത്ഥനകളെ കരയറ്റുന്നു. നിന്റെ മഹത്വവും കൃപയും എന്റെ മേൽ വെളിപ്പെടണം. ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹീതരാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.